കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? എന്തിന് 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 വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇവിടുത്തെ രീതികൾക്കൊന്നും ഒരു മാറ്റം വരാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നടക്കും. അല്ലാതെ ഏത് കക്ഷി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇപ്പൊ പഞ്ചായത്ത് വോട്ടിനാണെങ്കിലും MP യോ MLA ആയി ആർക്ക് വോട്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം മറ്റേ പഞ്ചായത്ത് വോട്ടിൻ്റെ പുള്ളി വന്നായിരുന്നു. നമുക്ക് ഞങ്ങളുടെ വാർഡിൽ നിന്ന് ജയിച്ച് പുള്ളി ഞങ്ങളുടെ അവിടെ LDFന്റെ ഭരണമാണ്, അല്ല കോൺഗ്രസിന്റെ ഭരണമാണ്, അത് മറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അന്നും എനിക്കറിയില്ല, അത് വാട്ടർ ജസ്റ്റ്. അപ്പോൾ പുള്ളി അന്ന് വന്നതാ വീട്ടില്, പിന്നെ ഞാൻ പുള്ളിനെ കണ്ടിട്ടേ ഇല്ല. പുള്ളിയെ പറഞ്ഞു അവിടെ പഞ്ചായത്തിന് തന്നെ റോഡ് നന്നാക്കാം, മറ്റു നന്നാക്കാം. ഇപ്പൊ അവിടെ ഉള്ളവർക്ക് വെള്ളം പോലില്ല, പുള്ളി അന്വേഷിക്കുന്നുണ്ടോ? പുള്ളി മറ്റേ പട്ടി കടിച്ച കേസ് ഒക്കെ ഒരു സമയത്ത് മറ്റേ തെരുവനായയുടെ ഇതൊക്കെ ഭയങ്കര ഇതല്ലാണോ? ഇപ്പൊ പുള്ളി പറഞ്ഞത് ആരും മെമ്പറിന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. ഇവിടെ മറ്റേ ഇത് വരണം, സ്റ്റാറ്റസ് ഇടണം, അതിനു വേണ്ടി മാത്രം. അല്ലാതെ ഇത് വെറും പ്രഹസനമാണ്, അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം ഈ രാഷ്ട്രീയ പരിപാടികളൊന്നും താല്പര്യമില്ല. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടർ ബോറാണ്. ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നത്? കയ്യോ കൊള്ളാൻ കാരിക്കാനും അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്ന് ചെയ്യാം. പൈസക്ക് വേണ്ടേ ഒരു രാഷ്ട്രീയം ഇവിടെ വരുന്നില്ല. മഹാത്മാഗാന്ധി ഉണ്ടാക്കി വെച്ച പുള്ളി കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ഉണ്ടാക്കി വെച്ചതൊക്കെ ആരൊക്കെയോ വന്നിട്ട് പേര് മാറ്റുന്നു, തോന്നിവാസം കാണിക്കുന്നു. അതായത് ഈ അപ്പൻ്റെ മുതല് മക്കളൊക്കെ വന്നിട്ട് ദൂർത്തടിച്ച് കളയല്, അതുപോലെയുള്ളൂ. ആരാണ്ട് ഇപ്പം 10 വർഷം കൂടെ BJP വയ്ക്കട്ടെ, പുള്ളിയുടെ പടമായിരിക്കും അവിടെ. വേറെ വ്യത്യാസം മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പം ഇവിടെ ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും കമ്മ്യൂണിസ്റ്റുമാർ കോൺഗ്രസ് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ എതിർക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് ആർക്കും ഒരു ഹുങ്ക്, ഞാൻ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരും ഇല്ല എന്നൊരു സാധനം വരും. എപ്പോഴും ഭരണം മാറി മാറി കയറണം. അതിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ആരും കംപ്ലീറ്റ് പെർഫെക്റ്റ് അല്ല. സോ തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കി തരാൻ എതിർകക്ഷി എന്തായാലും തീർച്ചയായിട്ടും വേണം. 10 വർഷം ഇവിടെ ഭരിച്ചു, ഇനി എന്തായാലും ഒരു തിരിച്ച് ഇതില്ലെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന സംശയമാണ്.